ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് പനന്നങ്ക് ഉപയോഗിച്ചുള്ള ഷേക്കാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ദിസ് ഇസ് തന്നെ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ ഞാൻ കുറച്ച് പനന്നങ്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും പാലുമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പനന്നങ്ക് കനം കുറഞ്ഞ പനന്നങ്ക്, മൂപ്പ് കുറഞ്ഞ പനന്നങ്ക് എടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ പനന്നങ്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ലേശം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിട്ട് ആദ്യം പനന്നങ്കും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കട്ടി എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് മിക്സിയുടെ ജാറ് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ് ജാറിലോട്ട് പകർത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയും കട്ടി വേണ്ടെങ്കിൽ ഇതനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു അളവിനാണ് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷേക്കാണ് പനന്നങ്ക് ഉപയോഗിച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.